Hey guys, നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ SSLC ക്രിസ്മസ് എക്സാം ഇതാ വന്നു കഴിഞ്ഞു. നമുക്ക് ഇന്നലെ അതിന്റെ ടൈം ടേബിൾ കിട്ടിയായിരുന്നു. അപ്പോൾ ടൈം ടേബിൾ ആദ്യം നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്യാം. നമ്മുടെ എക്സാം സ്റ്റാർട്ട് ആകുന്നത് 13-ാം തീയതി വെഡ്നസ്ഡേ ആണ്. ആദ്യത്തെ പേപ്പർ തന്നെയാണ് മാത്സ്. അമ്പോ, എനിക്കെന്തായാലും മാത്സ് ഭയങ്കര പേടിയാണ്. നിങ്ങൾക്കാണോ? പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതുവരെ നല്ലപോലെ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ എക്സാം നമുക്ക് ടാക്കിൾ ചെയ്യാനുള്ള ധൈര്യം എല്ലാം ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ സമയം ശ്രദ്ധിക്കുക. രാവിലെ 10 മണി തൊട്ട് 12:45 വരെയാണ് ഇതിന്റെ സമയം. നല്ലപോലെ പോയി ഇതിന്റെ പ്രിപ്പയർ ഒക്കെ ചെയ്ത് നമ്മൾ എക്സാം എഴുതണം. അടുത്ത എക്സാം വരുന്നത് 14-ാം തീയതി തേഴ്സ്ഡേ. ആ സമയം 10 തൊട്ട് 12:45 വരുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നല്ലപോലെ ടെക്സ്റ്റ് വായിക്കുക, നല്ലപോലെ നമ്മൾ എന്തായാലും കവർ ചെയ്തിട്ടുണ്ട് പോർഷൻസ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി എക്സാം എഴുതിയാൽ മതി. അടുത്ത എക്സാം വരുന്നത് ഡിസംബർ 15-ാം തീയതി ഫ്രൈഡേ. സമയം 10 മണി തൊട്ട് 11:45 വരെ. ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പറാണ്. ലാംഗ്വേജ് എല്ലാവരുടെയും പ്ലസ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ എക്സാമും എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് ചെറിയ ഒരു റിലീഫ് ഉണ്ട്. നമുക്ക് 2 ദിവസത്തെ ബ്രേക്ക് അല്ലെങ്കിൽ അവധി കിട്ടുന്നുണ്ട്. ഡിസംബർ 16-ാം തീയതി 17-ാം തീയതി സ്റ്റഡി ലീവായിട്ടാണ് തന്നിരിക്കുന്നത്. സ്റ്റഡി ലീവായിട്ടേ എടുക്കാവുള്ളൂ. ലീവ് അല്ലെങ്കിൽ റിലീഫ് എന്ന രീതിയിൽ പോയാൽ അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് ചിലപ്പോൾ പണി കിട്ടാം. അപ്പം അതുപോലത്തെ പണി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണം നമ്മുടെ ഈ 2 ദിവസത്തെ സ്റ്റഡി ലീവ്. പണി എന്ന് പറഞ്ഞപ്പോൾ 18-ാം തീയതി നമുക്ക് കാത്തിരിക്കുന്ന 2 എക്സാം പേപ്പേഴ്സാണ്. രാവിലെ 10 തൊട്ട് 12:45 വരെ സോഷ്യൽ സയൻസും 11:30 തൊട്ട് 3:15 വരെ നമുക്കുള്ളത് ബയോളജി പേപ്പറുമാണ്. ഇപ്പം രണ്ട് സബ്ജക്റ്റാണ്. ഒരെണ്ണം സയൻസും മറ്റേതിൽ സയൻസ് ഉണ്ടെന്നെന്നാലും നമ്മുടെ സോഷ്യൽ പേപ്പേഴ്സ് ആണല്ലോ. പക്ഷെ പേടിക്കാനൊന്നുമില്ല. നമ്മൾ അതിന് മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ടൈമിൽ നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് നല്ലപോലെ എല്ലാം കവർ ചെയ്തിട്ട് വേണം ആ എക്സാംസ് ഫേസ് ചെയ്യാൻ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. നല്ലപോലെ പോയിട്ട് എക്സാം എഴുതുക. 2 പേപ്പറേ ഉള്ളൂ. നമുക്ക് 2 പേപ്പർ 2 ആയിട്ട് തന്നെ ഡീൽ ചെയ്യാം. അടുത്ത വരുന്നത് എക്സാം 19-ാം തീയതി ട്യൂസ്ഡേ രാവിലെ 10 മണി തൊട്ട് 11:45 വരെ. ഫിസിക്സ് ആണ് നമ്മുടെ പേപ്പർ. ഫിസിക്സ് മാത്സും സഹോദരങ്ങളായിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ ഇവിടെയും പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മുടെ പ്രിപ്പറേഷൻസ് ഇവിടം വരെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ആ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുക. പേടിക്കാതെ ധൈര്യപൂർവ്വം പോയി എക്സാം നമുക്ക് എഴുതാം. പിന്നെ നമ്മുടെ എക്സാം വരുന്നത് ഡിസംബർ 20-ാം തീയതി വെഡ്നസ്ഡേ. അതും 2 പേപ്പേഴ്സ് വരുന്നുണ്ട്. രാവിലെ 10 തൊട്ട് 11:45 വരെ നമുക്കുള്ള പേപ്പറാണ് കെമിസ്ട്രി ആണ്. മിസ്റ്ററി ആകാതെ സൂക്ഷിക്കുക. അതുകൊണ്ട് നല്ലപോലെ പഠിച്ച് മിസ്റ്ററി എല്ലാം സോൾവ് ചെയ്ത് ഓരോ കാര്യങ്ങളും നല്ലപോലെ പ്രിപ്പയർ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് നൈസായിട്ട് തന്നെ പോയിട്ട് എക്സാം എഴുതണം. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റിലീഫ് ഉണ്ട്. കാരണം ലാംഗ്വേജ് പേപ്പറാണ്. കാരണം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് റിലീഫ് അവിടെ കിട്ടുന്നുണ്ട്. ലാംഗ്വേജ് പേപ്പറിന്റെ സമയം 2 മണി തൊട്ട് 3:45 അതുകൊണ്ട് പേടിക്കാതെ റിലാക്സ് ആയി തന്നെ നമുക്ക് ഈ പേപ്പറും ഡീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ലാസ്റ്റ് എക്സാം വരുന്നതാണ് ഡിസംബർ 21-ാം തീയതി തേഴ്സ്ഡേ. ലാസ്റ്റ് എക്സാം രാവിലെ 10 മണി തൊട്ട് 11:45 വരെ. ഹിന്ദിയാണ് ലാംഗ്വേജ്. സാരേ ജഹാ സെ അച്ഛ. അതുകൊണ്ട് നല്ലപോലെ എക്സാം എഴുതുക. ഹിന്ദി ആയതുകൊണ്ട് റിലാക്സ് ആയി നമുക്ക് നോർമലി സംസാരിക്കുന്ന രീതിയിൽ നല്ലപോലെ ഡീൽ ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഏതാണ്ട് നമ്മുടെ എക്സാംസ് കഴിഞ്ഞു. പിന്നെ വരാൻ പോകുന്നത് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു ഹാപ്പി എക്സ്മസ് അല്ല ഹാപ്പി എക്സാംസ്. അപ്പോൾ നിങ്ങളുടെ എക്സാംസിന് ഒരു സ്പെഷ്യൽ അഡീഷണൽ സപ്പോർട്ടായി ഈ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മൾ വാക്സിൻ എടുത്തു കഴിഞ്ഞൊരു ബൂസ്റ്റർ ഡോസ് എടുത്തില്ലായിരുന്നോ? അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഒരു അഡീഷണൽ ബൂസ്റ്റർ ഡോസ് ആയി ഞങ്ങൾ വരുന്നു. ഹാപ്പി എക്സാം സീരീസ് ആയിട്ട് നമ്മൾ ഇതുവരെയും പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയും ഈ എക്സാംസിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ പോകുന്നതെന്നൊന്ന് നോക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഈ സെഷൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സ്പെഷ്യലി ബ്രില്യൻ്റ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ എക്സാമിൻ്റെയും തലേ ദിവസം, ഓക്കെ, നാളെ എക്സാം ആണ്. ഇന്നത്തെ ദിവസം രാത്രി 7 മണിക്കാണ് ഞങ്ങൾ ഈ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ഈ സെഷൻസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫുൾ ഡേ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രിപ്പയർ ചെയ്ത ഓരോ കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഏത് രീതിയിലാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആൻസേഴ്സ് ചെയ്യേണ്ടത് എന്ന ഒരു ക്വിക്ക് ലൈവ് സെഷൻ ആയിരിക്കും നിങ്ങളും നമ്മൾ ഒന്നിച്ച് ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്കെഡ്യൂൾ നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യത്തെ എക്സാം മാത്സ് ആണ്. 13-ാം തീയതിയാണ് എക്സാം തുടങ്ങുന്നത്. അതുകൊണ്ട് അതിന്റെ തലേ ദിവസം, ദാറ്റ് ഇസ് 12-ാം തീയതി ഷാർപ്പ്
7 മണിക്ക് സുകന്യ മിസ് നമുക്ക് മാത്സിന്റെ ഒരു അടിപൊളി റീക്യാപ്പ് സെഷൻ ആയിരിക്കും കൊണ്ടുവരിക. റീക്യാപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ളി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്, എന്തും വേണ്ടി എഴുതണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും സുകന്യ മിസ് നമുക്ക് പറഞ്ഞു തരും. അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട എക്സാം വരുന്നത് നമ്മുടെ 18-ാം തീയതിയാണ്. അപ്പോൾ അതിന്റെ തലേദിവസം, ദാറ്റ് ഇസ് 17-ാം തീയതി കൃത്യം 7 മണിക്ക് ഓക്കെ നമ്മുടെ കൂടെ വരുന്നത് അഞ്ജന മിസ്. 18-ാം തീയതി ബയോളജി പേപ്പറാണ്. അപ്പം അഞ്ജന മിസ് ബയോളജി പേപ്പർ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്, ഏതൊക്കെ കാര്യം ശ്രദ്ധിക്കണം, ഡയഗ്രാംസ് എങ്ങനെ വരയ്ക്കണം, ലേബലിംഗ് എങ്ങനെ ചെയ്യണം, പരമാവധി നിങ്ങൾക്ക് മാർക്ക് എങ്ങനെ ലഭിക്കാൻ പറ്റും അല്ലെങ്കിൽ മേടിക്കാൻ പറ്റും എന്ന കാര്യങ്ങളായിരിക്കും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത വരുന്ന എക്സാം ആണ് 19-ാം തീയതി ഫിസിക്സ്. അപ്പം അതിൻ്റെ തലേദിവസം 18-ാം തീയതി ബിന്ദു സാർ നമുക്ക് ഫിസിക്സിലെ കാര്യങ്ങൾ നല്ലപോലെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, ഏതൊക്കെ ഫോർമുല യൂസ് ചെയ്യണം, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് വരുന്നത്, ഏതൊക്കെ ഡെഫിനേഷൻ ശ്രദ്ധിക്കണം, ഓരോ ഡെഫിനേഷനും എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, എല്ലാം കാര്യങ്ങൾ നല്ലപോലെ പരിചയപ്പെടുത്തി തരും. നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് ഒരു കൃത്യമായ ഡീറ്റെയിൽഡ് പ്ലാൻ ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ 18-ാം തീയതി ഓർത്ത് വെക്കുക. നമ്മുടെ ലാസ്റ്റ് സെഷൻ വരുന്നത് മീഡ മിസ്സാണ്. മീഡ മിസ് 19-ാം തീയതി നമ്മളെ കാണാൻ വരും. 7 മണിക്ക് കെമിസ്ട്രി ആയിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ എക്സാം മിസ്റ്ററി ആകാതിരിക്കാൻ വേണ്ടി, മിസ്റ്ററി സോൾവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മിസ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഓരോ ഫോർമുലാസും എംപിരിക്കൽ ഫോർമുലാസും എല്ലാം ഇല്ലേ, അപ്പോൾ അതെല്ലാം എങ്ങനെ ഡീൽ ചെയ്യണം, ഓരോ കാര്യങ്ങൾ കെമിസ്ട്രിയുടെ A to Z മിസ് നമ്മളോട് പറയും, നമ്മളോട് സഹായിക്കും. നമ്മുടെ എക്സാംസ് പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മിസ് നമ്മളെ അസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഓർത്തു വെക്കുക, മേരി ക്രിസ്മസോടൊപ്പം മേരി എക്സ്മസ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.